ഒരു കനത്ത നിശബ്ദതയിലേക്ക് വേനൽ മഴ പോലെ അവൾ പെയ്തിറങ്ങി. അയാളുടെ ഗൗരവവും അവളുടെ കുറുമ്പും അവർക്കിടയിൽ പെയ്തൊരു മനോഹരമായ പ്രണയകഥ. കൃഷ്ണ തുളസി സൈലൻസ് സ്ലോലി ടേൺഡ് ഇൻടു ലവ്. അല്ല, നീ മഴയും കൊണ്ടിരിക്കുകയാണ്, കോളേജിൽ കൊണ്ട് നിൽക്കുക. അമ്മേ, ഈ മഴത്തൊക്കെ ആർക്കാ കോളേജിൽ പോകാൻ തോന്നുന്നു? എന്നാൽ നീ അതും പറഞ്ഞ് അവിടെ ഇരുന്നു. അറ്റൻഡൻസ് കഴിയുമ്പോൾ അച്ഛനോട് പോയി പറയണേ. അയ്യോ വേണ്ട, ഞാൻ പൊക്കോളാം. അതും പറഞ്ഞ് അവൾ ഫ്രഷ് ആവാൻ വേണ്ടി പോയി. ഇവളാണ് നമ്മുടെ നായിക. മാധവൻ സാറിന്റെയും പവിത്ര മേഡത്തിന്റെയും ഏക സന്തതി വേദിക മലം. ആളിച്ചിരി കുടുംബത്തെയാണ് കേട്ടോ. നമുക്കിനി വലിയ പരിചയപ്പെടാം. ഇപ്പോൾ അവൾ ഫ്രഷായി വന്നിട്ടുണ്ടാവും. നമുക്ക് നോക്കിയാലോ? അമ്മ, ഇത് ഞാൻ ഇറങ്ങി. അയ്യോ, എന്തെങ്കിലും കഴിച്ചിട്ട് പോടി. ഇല്ലില്ല, സമയമില്ല, ഈവനിങ് വന്ന് കഴിക്കാം. ഓക്കെ, ബൈ. പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് സ്ഥിരം പതിവാണല്ലോ. എന്തെങ്കിലും ചെയ്യട്ടെ. നീ ഇന്നും ലേറ്റ് ആണ്. ഫസ്റ്റ് പീരീഡ് ഏതോ പുതിയ പ്രൊഫസർ ആണല്ലേ? അയാൾ നല്ല കലിപ്പനാണെന്നാ കേട്ടത്. അഫ്കോഴ്സ് ലേറ്റ് ആവും. ഈ പെയ്യുന്ന മഴയുടെ റൊമാൻറ്റിക് എസ്തെറ്റിക് ആസ്വദിക്കാൻ ഞാൻ എങ്ങനെ അടി വരുന്നു? നിനക്ക് എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് സീരിയസ്നെസ് ഉണ്ടാവുമോ? നോ, നെവർ. ജീവിതം ഒരു ഒരിക്കൽ വിടണം നന്ദന. നീ എന്താ ഇത്ര സീരിയസ് ആക്കുന്നത്? ഇതൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് ദേവുവിന്റെ കണ്ണുകൾ എതിർവശത്ത് നിൽക്കുന്നവനിലേക്ക് പോകുന്നത്. ഹൃദയമേ നീ ചഷകമായി. വളരെ ഗൗരവത്തോടു കൂടി കുടയും പിടിച്ചു നിൽക്കുന്നവനിലേക്ക് അവൾ കണ്ണുകൾ പായിച്ചു. അവൾക്ക് കുസൃതി തോന്നി. അവൾ നന്ദനയോടായി പറഞ്ഞു, ടീ നോക്ക്, ഈ മഴയിലും എന്നാ ലുക്കായെന്ന്. നമുക്കൊന്ന് മുറ്റി നോക്കിയാലോ? ടീ അങ്ങോട്ട് നോക്കണ്ട, അയാൾ കണ്ടു തന്നെ ഭയങ്കര ദേഷ്യക്കാരനാണെന്ന് തോന്നുന്നു. നീ വെറുതെ മുട്ടാൻ നിൽക്കണ്ട, ഞാനില്ല കേട്ടോ. എക്സാക്ട്ലി ദാറ്റ്സ് ദ റീസൺ ഐ ഇറിറ്റേറ്റ് യു. നീ വരുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഈ മൂഡ് നമുക്കൊന്ന് റെഡിയാക്കി കൊടുക്കാം. നീ വരുന്നുണ്ടെങ്കിൽ വാ, ഞാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞ് അവൾ അവിടെ അവൻ്റെ അടുത്തേക്ക് നടത്തിപ്പോയി. ചേട്ടാ, ബസ് എപ്പോഴാണ് വരുന്നതെന്ന് അറിയാമോ? അവളെ ഒന്ന് എത്തി നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. അറിയില്ല. അവളെ കടുപ്പത്തിൽ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. നിങ്ങൾ എല്ലാവരോടും ഇങ്ങനെയാണ് സംസാരിക്കുന്നത്? ഇത് സ്ഥിരം പരിപാടിയാണല്ലേ? നോ, ഇൻട്രസ്റ്റിംഗ് ആയ ആളുകളോട് മാത്രം. അത് പറഞ്ഞ് കഴിഞ്ഞ ഉടനെ ബസ് വന്നു. അവർ 3 പേരും കയറി കോളേജിലെത്തി. ഈടി ദേവു, നിനക്ക് എന്തിന്റെ കേടാണ്? വെറുതെ ഇരിക്കുന്നവരൊക്കെ പോയി ചൊറിയാൻ നീ വല്ല ഹോബിയും പഠിച്ചു വെച്ചിട്ടുണ്ടോ? ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പുകിലാന്നാവോ? എന്ത് പുകിലേ? ജസ്റ്റ് ടൈം പാസ്. ഇതൊക്കെ അല്ലേ രസം? നീ ഇങ്ങനെ ഇതിനെ സീരിയസ് ആയി നടക്കുന്നത്? നമുക്ക് എന്തായാലും കോളേജിൽ ക്ലാസ്സിൽ പോവാം. പുതിയ പ്രൊഫസർ എങ്ങനെയുണ്ടാവോ എന്തോ. അതെങ്ങനെ ഏതെങ്കിലും പൊട്ടനാവും വരാൻ പോകുന്നത്. ഇന്ന് പോടി, നല്ല സ്ട്രിക്റ്റ് പ്രൊഫസറാണ് വരുന്നതെന്നാണ് കേട്ടത്. എല്ലാവരോട് ഗോസിപ്പ് പറയുന്നതാ, നീ കേൾക്കുന്നില്ലേ? ഇന്ന് പോടി, ഇതുവരെ വന്നവരൊക്കെ ഇങ്ങനെയല്ലേ, ഇനി വരാൻ പോകുന്നതും അങ്ങനെ തന്നെ ആവും. എനിക്ക് കൂടുതലൊന്നും പ്രതീക്ഷയില്ല. എന്തായാലും അറ്റൻഡൻസ് കിട്ടിയാൽ മതി. അതും പറഞ്ഞ് അവർ 2 പേരും ക്ലാസ്സിലേക്ക് പോയി. അവർ ലാസ്റ്റ് ബെഞ്ചിൽ പോയിരുന്നു. സ്ഥിരം സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ ആരും നിൽക്കാറില്ല. അങ്ങനെ എന്തോ ആലോചിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ക്ലാസ് മുഴുവൻ നിശബ്ദമാക്കിക്കൊണ്ട് ഒരാൾ വാതിലിന്റെ അടുത്ത് നിൽക്കുന്നത് കണ്ടത്. എല്ലാവരുടെയും ശ്രദ്ധ അയാളിലേക്ക് മാത്രം. ദേവ് മാത്രം അതൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു. പെട്ടെന്ന് അയാളുടെ ശബ്ദം അവിടെ നീങ്ങി. Hi everyone, I am Advait Krishna. I will be handling your lesson today onwards. My subject is literature, English literature. Okay, understand? നല്ല പരിചയമുള്ള ശബ്ദം കേട്ട് 2 പേരും ഡോറിന്റെ അടുക്കിലേക്ക് നോക്കി. അവിടെ നിൽക്കുന്ന ആളെ കണ്ട് 2 പേരും ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. ദൈവമേ, എന്റെ കാലനാണോ അവിടെ നിൽക്കുന്നത്? അതേടി, നിന്നോട് ഞാൻ അപ്പയെ പറഞ്ഞത് വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ടാന്ന്.
എടി ഞാനറിയും ഇങ്ങനെ പ്രൊഫസറായി വരുമെങ്കിൽ. ക്ലാസ് മുഴുവൻ നിശബ്ദമായതുകൊണ്ട് തന്നെ അവരെ രണ്ടുപേരെയും അവൻ നോക്കി. The last bench, last one, stand up. അവൾ എഴുന്നേറ്റ് നിന്നു. സർ, ഞാൻ. അതെ, നീ തന്നെ. വാട്ട്സ് യുവർ നെയിം? മൈ നെയിം ഈസ് വേദിക മാധവ്. ക്ലാസ്സിൽ കുറച്ച് ശ്രദ്ധ വേണം വേദിക. അല്ലാതെ പുറത്തു നോക്കിയിരുന്നാൽ ലിറ്ററേച്ചർ ക്ലാസ് മനസ്സിലാവില്ല കേട്ടോ. അവൾ നാണക്കേടോടെ എല്ലാവരെയും നോക്കി അവിടെ ഇരുന്നു. ചേട്ടന്റെ സ്മൈൽ കൊള്ളാട്ടോ. ചേട്ടനെ കാണാൻ നല്ല ഭംഗിയാണേ. ചേട്ടാ ബസ് എപ്പോഴാ വരിക എന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ അവളെ കളിയാക്കാൻ തുടങ്ങും. ഒന്ന് പൂടിയോടുന്നു. മനുഷ്യനോട് തീ കത്തിയിരിക്കുമ്പോഴാ അവളുടെ ഒരു കളിയാക്കൽ. കോളേജും കഴിഞ്ഞ് വീട്ടിലെത്തിയ പാടെ സ്നേഹം കഴിച്ച് വീടിന്റെ ഉമ്മറത്ത് കാല് നീട്ടിയിരിക്കുമ്പോഴായിരുന്നു ഒരു കാറ് വന്ന് മുന്നിൽ നിന്നത്. ഇതാരാ എന്നുള്ള സംശയത്തിൽ അവൾ ഉള്ളിലുള്ള ആളെ ശ്രദ്ധിച്ചു നോക്കി. പുറത്തേക്ക് ഇറങ്ങുന്ന ആളെ കണ്ട് അവൾ അടപടലം നെട്ടിയിരിക്കുക. പെട്ടെന്ന് എണീച്ച് അവൾ അകത്തേക്ക് പോയി. അമ്മേ, അവിടെ ആരാ വന്നിട്ടുണ്ടല്ലോ. അത് അവരെത്തിയോ? അതാരാ അമ്മേ? അവനെവിടെ? അവനെ കേറിയിരിക്ക, ഞാൻ ചായ എടുക്കാം. അമ്മ അയാൾ എന്റെ കോളേജ് പഠിക്കുന്ന പ്രൊഫസറാ. ഓ, അതെന്തായാലും നന്നായല്ലോ. നീ എന്തായാലും സംസാരിച്ചിരിക്കും, ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞ് പവിത്ര അടുക്കളയിലേക്ക് പോയി. അവൾ അവനെ നോക്കി. അവനൊന്ന് പുച്ഛത്തോടെ ചിരിച്ചു. അവൾ നാണക്കേടാൽ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും അവൻ ചോദിച്ചു, വേദിക മാധവ് നിന്നേ. ബസ് സ്റ്റോപ്പിൽ കാണുന്ന ആളുകളൊക്കെ സ്റ്റോപ്പിംഗ് ചെയ്ത് സ്ഥിരം പരിപാടിയാണല്ലേ? അത് സാറാണെന്ന് അറിയാതെ ചെയ്തതാ. എന്നെ ഇതിന് പേരിൽ കോളേജിൽ വെച്ച്. ഓ, ഞാനാരോടും പറയുന്നില്ല. ഇനി മേലാൽ ഇത് ആവർത്തിച്ചാൽ അറിയാലോ. ഓക്കെ സർ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നതും അപ്പോഴാണ് വേദികയുടെ അമ്മ ചായക്കപ്പുമായി അവിടേക്ക് വരുന്നത്. അവന് നൽകിക്കൊണ്ട് പറഞ്ഞു, നീ ഇവളെ കോളേജിൽ പഠിപ്പിക്കുന്ന പ്രൊഫസറാണല്ലേ? ഇവളെന്നോട് പറഞ്ഞു. അതെ അമ്മേ. ഓ, നീ ഇപ്പോൾ എവിടെ താമസം? ഞാനിപ്പോ ഇവിടെ ഇന്നല്ലേ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ എവിടെയെങ്കിലും നല്ലൊരു ഫ്ലാറ്റോ അപ്പാർട്ട്മെന്റോ ഉണ്ടോ നോക്കണം. അതിന് നീ എന്തിനാ മോനെ ഫ്ലാറ്റോ അപ്പാർട്ട്മെൻ്റ് ഒക്കെ നോക്കുന്നത്? ഞങ്ങൾ എന്തായാലും മേലത്തെ നിലയിൽ ഉപയോഗിക്കുന്നില്ല. ആർക്കെങ്കിലും റെന്റിന് കൊടുക്കാനൊന്ന് ആലോചിക്കുകയായിരുന്നു. നീ എന്തായാലും നിന്നോ. അതാകുമ്പോൾ നിനക്ക് എന്താ പറയുക, സമാധാനത്തോടു കൂടി നിൽക്കാലോ. ഇവിടെയാണെങ്കിലോ നല്ല സ്ഥലങ്ങളൊന്നും പെട്ടെന്ന് കിട്ടാൻ പണിയാണ്. തൽക്കാലത്ത് നീ നിന്നോ. ഞാനെന്തായാലും മാധവേട്ടനോട് പറയണ്ട. അത് വേണമെന്നില്ല, ഞാൻ വേറെ നോക്കിക്കോ. എന്തിനാ മോനെ കഷ്ടപ്പെടുന്നു? ഇവിടെ ഉണ്ടാകുമ്പോൾ നീ വേറെ നോക്കാന്ന് വെച്ചാൽ ഇത് മോശമല്ലേ? എന്നാ പിന്നെ എങ്ങനെയാക്കാം, ഞാൻ ലഗേജ് ഒക്കെ എടുത്തോട്ടെ. അമ്മ എന്തിനാ ഇപ്പോൾ റെന്റിന്റെ കാര്യം സാറിനോട് പറഞ്ഞത്? അതിനെന്താ, നമ്മളെന്തായാലും ഒരാളെ നോക്കല്ലേ. ഇവൻ നിൽക്കണമെങ്കിൽ അത്രയും നല്ലത്. അറിയുന്ന ആളാകുമ്പോൾ നമുക്ക് സമാധാനത്തോട് കൊടുക്കാലോ. ഓ, നന്നായി പോയി. നിനക്കെന്താ പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം? എന്നാ നടക്കട്ടെ, ഞാൻ റൂമിലോട്ട് പോവാം. രാത്രി മഴ പെയ്ത് തോർന്ന സുഖമുള്ള അന്തരീക്ഷം. തവളകളുടെയും ചിവീടുകളുടെയും ശബ്ദം. നെയ്ത് ടെറസിൻ്റെ കൈവരയിലിരുന്ന് പതുക്കെ പാട്ടുമുളുകയാണ്. മുകളിലത്തെ നിലയിൽ മുറിയുടെ വാതിൽ തുറന്ന് അദ്വൈത് ഒരു പുസ്തകവുമായി വരുന്നു. അവൾ പാടുന്നത് കേട്ട് അവൻ വായന നിർത്തുന്നു. വേദിക, ഒരു 5 മിനിറ്റ് എനിക്ക് കുറച്ച് നിശബ്ദത തരാൻ പറ്റുമോ? എനിക്ക് ബുക്കൊന്ന് വായിച്ചു തീർക്കാനാണ്. നോ, പറ്റില്ല സർ. ഈ രാത്രിയിലും ഈ തണുപ്പും പാടുള്ളതാണ്, വായനക്കുള്ളതല്ല. തന്നിലെന്ന് ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചുള്ളൂ. പെട്ടെന്ന് ആകാശത്ത് വലിയൊരു ഇടിമിന്നലുണ്ടാകുന്നു. വേദു പേടിച്ച് കണ്ണുകൾ പൂട്ടി ചെവികൾ പൊത്തി പെട്ടെന്ന് അദ്വൈതിൻ്റെ അടുത്തേക്ക് മാറി നിൽക്കുന്നു. എന്തേ എപ്പോഴും ഇത്രയും തൻ്റെ നടക്കുന്ന ആൾക്ക് ഇടിമിന്നലിനെ പേടിയാണോ? പേടിയില്ല സർ, ബഹുമാനമാണ്. പ്രകൃതിയോളം ഒരു ചെറിയ ബഹുമാനം. അദ്വൈത് അവളെ നോക്കി. ഈ തവണ അവൻ്റെ മുഖത്ത് വ്യക്തമായ ഒരു ചിരിയുണ്ടായിരുന്നു. വേദു അത് നോക്കി നിന്നുപോയി. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൻ അവിടെ നിന്ന് മാറി റൂമിൽ കയറി വാതിലടച്ചു. എനിക്കെന്താ പറ്റിയത്? അവൾ അടുത്ത് വരുമ്പോഴേക്ക് എൻ്റെ കൺട്രോൾ പോവുകയാണല്ലോ. പാടില്ല
അദ്വൈത്, നീ തുളസിക്ക് വാക്ക് കൊടുത്തതാണ്, പിന്നെ എന്തിനാ ഈ വേദിക നിന്നെ ഇങ്ങനെ ബാധിക്കുന്നത്? അവളുടെ ചിരി, കുറുമ്പ് എല്ലാം നിന്നെ വീഴ്ത്തുകയാണ്. ഇല്ല, അവളിൽ നിന്ന് അകലം പാലിക്കണം. നീ ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാവും അത്. എനിക്ക് വേദികയെ ഇഷ്ടപ്പെടാൻ പാടില്ല. അവൻ എന്തോ കാര്യമായി ആലോചിച്ചുകൊണ്ട് അടുത്തുള്ള ടാബിളിൽ ഇരുന്ന് അവന്റെ ഡയറി എടുത്ത് തുടങ്ങി. എന്നിട്ട് എഴുതാൻ തുടങ്ങി. എന്റെ തുളസി പെണ്ണിനെ നിന്നെ മറക്കാൻ അല്ല ഞാൻ ശ്രമിക്കുന്നത്, പക്ഷെ മറ്റൊരാളുടെ സാമീപ്യം എന്റെ മനസ്സിനെ വീണ്ടും ജീവിക്കാൻ പഠിപ്പിക്കുകയാണ് എന്നിങ്ങനെ എഴുതിക്കൊണ്ട് അവൻ ആ ഡയറിയിൽ മടക്കി വെച്ചു. ഗുഡ് മോർണിംഗ് സർ. വരാന്തയിലൂടെ നടന്നു പോകുന്ന ആദിയെ നോക്കി അവൾ പറഞ്ഞു. അവളെ നോക്കിയതിനു ശേഷം അവൻ പറഞ്ഞു, മോർണിംഗ്. എന്താ സാറേ ഇന്ന് ഇത്ര ഗൗരവത്തിൽ? വേദിക, നമ്മൾ കോളേജിലാണ്, മര്യാദക്ക് പെരുമാറും. വേദികയുടെ ചിരി വാങ്ങുന്നു. അവൾ കുറച്ച് സെക്കൻഡ് അവനെ നോക്കി നിൽക്കുന്നു. ശരി സർ. അവൾ നടന്നു പോകുന്നു. അദ്വൈത് അവളെ നോക്കി നിൽക്കുന്നു. പക്ഷേ ഈ തവണ അവൾ പോകുന്നതിന് മുന്നേ പെട്ടെന്ന് തിരിഞ്ഞു വരുന്നു. സർ, ഇനി എന്താ? മര്യാദക്ക് പെരുമാറണം എന്നല്ലേ പറഞ്ഞേ? അവൾ കണ്ണും ചിമ്മി ചെറുതായി ചിരിക്കുന്നു. അദ്വൈത് അവളെ നോക്കുന്നു. വേദിക, എന്താ? ഞാൻ സർ പറഞ്ഞത് അനുസരിക്കുകയാണ്. സാറിന് ഈ ഗൗരവം മാത്രം പോരാട്ടോ, കുറച്ച് ആറ്റിറ്റ്യൂഡ് കുറച്ചാൽ നന്നായിരിക്കും. നീ വീണ്ടും തുടങ്ങുകയാണോ? ഞാനൊന്നും തുടങ്ങിയില്ല സർ, സാറാണ് തുടങ്ങിയത്. അവർ തമ്മിൽ അകലം കുറയുന്നു. നീ ഇങ്ങനെ അടുത്ത് വന്നാൽ എന്ത് ചെയ്യും? അവൾ ഒരു അടി കൂടി അടുത്തേക്ക് വന്നു. അത് പെട്ടെന്ന് അവളുടെ കൈതണ്ടയിൽ പിടിച്ച് മൃദുവായി ഭിത്തിയിലേക്ക് ചേർക്കുന്നു. അവിടെ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ അവർ രണ്ടുപേരും മാത്രമാണ്. വേദികയുടെ ശ്വാസം ഇടറുന്നു. സർ, എന്നെ പരീക്ഷിക്കരുത് ദേവിക. അവന്റെ ശബ്ദം ഗാംഭീര്യമുള്ളതാകുന്നു. ക്ലാസ്സിലേക്ക് പോ ദേവിക, പ്ലീസ്. അവൾ അവനെ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പോയി. ഇനി ഇത് കൂടുതൽ മുന്നോട്ട് പോയാൽ ശരിയാവില്ല. അവൻ പോക്കറ്റിൽ നിന്ന് ആ ലെറ്റർ എടുത്ത് ലൈബ്രറി ലക്ഷ്യമാക്കി നടന്നു. അവൻ അറിയാമായിരുന്നു അവന്റെ തുളസി പെണ്ണ് ഈ കോളേജിലാണ് പഠിക്കുന്നതെന്ന്. പക്ഷെ ആരാണെന്ന് കണ്ടുപിടിക്കാൻ അവന് ഇതല്ലാതെ വേറെ മാർഗമില്ല. അവൻ ലൈബ്രറിയിലേക്ക് പോയി അവിടെ ഉള്ള ക്ലാസിക്കൽ സെക്ഷനിൽ പോയി അവിടെ നിന്നൊരു ബുക്ക് എടുത്തു. തുളസി എന്നാണ് അതിൻ്റെ പേര്. അവൻ ആ ബുക്ക് തുറന്നു. അവൻ്റെ കയ്യിലുള്ള ലെറ്റർ അതിലേക്ക് വെച്ച് ബുക്കടച്ച് അതേപോലെ അവിടെ വെച്ചു. അല്പസമയത്തിന് ശേഷം അവിടെ വേദിക വന്നു. അവൾ നടന്ന് പോകുമ്പോൾ ക്ലാസിക്കൽ ബുക്കിൻ്റെ അവിടെ നിന്നു. അവൾക്ക് പൊതുവെ ക്ലാസിക്കൽ ബുക്കുകളാണ് വായിക്കാൻ ഇഷ്ടം. അവൾ അതിൽ ക്ലാസിക്കൽ ബുക്ക് തിരയുന്ന സമയത്ത് അവളുടെ കണ്ണിൽ ഒരു ബുക്ക് ഉടക്കി. ആ ബുക്ക് അവൾ എടുത്തു നോക്കി. തുളസി, നൈസ് നെയിം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ ബുക്ക് തുറക്കാൻ തുടങ്ങിയതും അതിൽ നിന്നൊരു ലെറ്റർ താഴെ വീണു. ഇതിപ്പോ എന്താണ് എന്ന സംശയത്തോടെ അവൾ ആ ലെറ്റർ തുറന്നു നോക്കി. എന്റെ തുളസി പെണ്ണിനെ, നമ്മൾ പിരിഞ്ഞിട്ട് 11 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് തന്ന വാക്ക് ഈ അപ്പൂപ്പൻ താടി തെറ്റിച്ചിട്ടില്ല. പക്ഷെ തുളസി, ഇന്ന് എൻ്റെ മനസ്സ് ആദ്യമായി ഒന്ന് ഇടറുകയാണ്. ഈ കോളേജിൽ ഒരു പെൺകുട്ടിയുണ്ട്, എപ്പോഴും കുറുമ്പും ചിരിയുമായി എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നവൾ. അവളെ കാണാൻ നിന്നെ പോലെ തന്നെയാണ് പെണ്ണെ. അവളുടെ ഓരോ കുസൃതിയും കാണുമ്പോൾ എനിക്ക് നിന്നെയാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ടാവാം ഞാൻ പോലും അറിയാതെ എൻ്റെ ഹൃദയം അവളിലേക്ക് അടുത്തു പോകുന്നത്. പക്ഷേ അവളോട് പ്രണയം തോന്നുന്ന ഓരോ നിമിഷവും നിന്റെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് നിൽക്കുകയാണ്. അത് നിനക്ക് നൽകിയ വാക്കിനോടും ചെയ്യുന്ന വഞ്ചനയാണെന്ന് എൻ്റെ മനസ്സ് എന്നെ കുറ്റപ്പെടുത്തുന്നു. നിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ തോറ്റു പോകാതിരിക്കാൻ എന്നോട് ഇഷ്ടം കാണിക്കുന്ന ആ കുട്ടിയെ ഞാൻ മനഃപൂർവ്വം അകച്ചു നിർത്തുകയാണ്, ക്രൂരമായി ഒഴിവാക്കുകയാണ്. നീ എവിടെയാണെങ്കിലും എനിക്ക് വേണ്ടി വേഗം തിരിച്ചെരുക തുളസി. എന്നോട് ക്ഷമിക്കണം, സ്വന്തം അപ്പൂപ്പൻ താടി. ഇത് വായിച്ചപ്പോൾ വേദികയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് തന്നെ എവിടെയോ കാണാൻ സാധിച്ചതുപോലെ തോന്നി. ആരായാലും ഭയങ്കരമായി സ്നേഹിച്ചത് കൊണ്ടല്ലേ 11 വർഷമൊക്കെ കാത്തിരിക്കാൻ കഴിയുന്നത്. അവൾ കത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നോക്കുന്നു. ഒരു ദിവസം എങ്കിലും നീ തിരിച്ചു വരുമെന്ന് കരുതി ഞാൻ ഇന്നും കാത്തിരിക്കുന്നു തുളസി. വേദിക കത്തുകൾ പതിയെ മടക്കുന്നു. അവളുടെ കണ്ണുകളിൽ ഒരു വിചിത്രമായ വിഷാദമുണ്ടായിരുന്നു. ലക്കി ഗേൾ. അവൾക്കറിയില്ല ആ ഓരോ വരിയും എഴുതിയത് അദ്വൈത് ആണെന്നും
ആ മറ്റൊരാൾ താനാണെന്ന്. ക്യാൻറ്റീനിലെ പതിവ് ബഹളം, പക്ഷെ വേദിക ഇന്ന് അസാധാരണമായിട്ട് വളരെ സൈലന്റ് ആയിരുന്നു. കയ്യിലെ കോഫി കപ്പ് ഉണ്ടെങ്കിൽ പോലും അവൾ മനസ്സ് മറ്റെവിടെയോ ആണ്. എന്താ മേഡം, ഇന്നലെ മുതൽ ഫുൾ സൈലന്റ് ആണല്ലോ? വേദിക ചെറിയൊരു ചിരി വരുത്താൻ ശ്രമിക്കുന്നു. ഒന്നില്ല. അപ്പോഴാണ് അദ്വൈത് ക്യാൻറ്റീനിലേക്ക് കടന്നു വരുന്നത്. പതിവ് പോലെ എല്ലാവരും അവനെ കണ്ട് റെസ്പെക്റ്റോടുകൂടി മാറിക്കൊടുക്കുന്നു. വേദികയുടെ കണ്ണുകൾ അറിയാതെ അവനിലേക്ക് പോകുന്നു. പക്ഷേ ഈ തവണ അവൾ ഉടനെ നോട്ടം മാറ്റുന്നു. അദ്വൈത് അത് നോക്കുന്നു. അവളുടെ പതിവ് കളിയും ചിരിയും ഒന്നുമില്ല. ഗുഡ്, ഇതാണ് വേണ്ടിയിരുന്നത്. പക്ഷേ ആ വാക്കുകൾ പറയുമ്പോൾ അവന്റെ കണ്ണുകളിൽ വേദന വ്യക്തമാണ്. ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും പുറത്തു പോകുന്നു. വേദിക മാത്രം ബുക്സൊക്കെ ഒതുക്കി പതുകെ ഇറങ്ങാൻ നിൽക്കുന്നു. അദ്വൈത് അവളെ നോക്കി നിൽക്കുന്നു. ഒടുവിൽ അവൻ വിളിക്കുന്നു, വേദിക. വേദിക നിൽക്കുന്നു. പക്ഷെ തിരിഞ്ഞു നോക്കാൻ ഒരു നിമിഷം അവൾ എടുക്കുന്നു. സർ. ആ സർ ആ പഴയ കുറുമ്പില്ല. അദ്വൈതിന്റെ മനസ്സ് ചെറുതായി പിടഞ്ഞു പോകുന്നു. വൈ ആർ യു സോ ക്യൂട്ട് ടുഡേ? വേദിക ചെറുതായി ചിരിക്കുന്നു. പക്ഷെ ആ ചിരിയിൽ വേദനയുണ്ട്. സംടൈംസ് ഡിസ്റ്റൻസ് ഈസ് ബെറ്റർ, റൈറ്റ് സർ? ആ വാക്കുകൾ അദ്വൈതിനെ നേരെ തൊടുന്നു. അവൻ നിശബ്ദനാകുന്നു. എക്സ്ക്യൂസ് മീ സർ. അവൾ അവനെ കടന്നുപോയി നടക്കുന്നു. അദ്വൈത് അവൾ പോകുന്നത് നോക്കി നിൽക്കുന്നു. സൂര്യൻ മങ്ങി തുടങ്ങുന്ന സമയം. കോളേജ് ഗ്രൗണ്ടിൽ ആളുകളൊക്കെ കുറവാണ്. വേദിക ഒറ്റക്ക് ഗാലറി സ്റ്റെപ്പിൽ ഇരിക്കുകയാണ്. കയ്യിൽ അത് തുളസി നോവലുണ്ടായിരുന്നു. അവൾ പതുക്കെ അതിനുള്ളിൽ കത്ത് വീണ്ടും തുറന്നു വായിക്കുന്നു. അവളെ അകറ്റുന്നത് എൻ്റെ മനസ്സിലെ അവളിലേക്ക് വൈദ്യുതി വീയാതിരിക്കാൻ വേണ്ടിയാണ്. വേദിക കണ്ണുകളടക്കുന്നു. ആ വരികൾ വീണ്ടും വീണ്ടും മനസ്സിൽ മുഴങ്ങുന്നു. സ്വയം ചെറു പുഞ്ചിരിയോടെ ആരെയോ ഇത്ര സ്നേഹിക്കാൻ എങ്ങനെ പറ്റുന്നു? അപ്പോഴാണ് ദൂരെ നിന്ന് ആദി നടക്കുന്നത് അവൾ കാണുന്നത്. അവൻ ഫോണിൽ സംസാരിച്ചു കൊണ്ടാണ് വരുന്നത്. അതെ, ഞാൻ പ്രോമിസ് ചെയ്തതാണ്. എത്ര വർഷം കഴിഞ്ഞാലും ഞാൻ മാറില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ വേദികയുടെ മുഖം വീണ്ടും മങ്ങുന്നു. അവൾ പെട്ടെന്ന് കത്ത് മടക്കി പുസ്തകത്തിനുള്ളിൽ വെക്കുന്നു. അദ്വൈത് കോൾ കട്ട് ചെയ്ത് തിരിഞ്ഞപ്പോൾ സ്റ്റെപ്പിലിരിക്കുന്ന വേദികയെ കാണുന്നു. ഇരുവരും കണ്ണുകൾ ഒരു നിമിഷം കണ്ടുമുട്ടുന്നു. അറിയോ ഓക്കെ? വേദിക ഉടനെ നോട്ടം മാറ്റുന്നു. യാ സർ, ഞാൻ ഫൈനാണ്. അവൾ എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുമ്പോൾ പുസ്തകത്തിൽ നിന്ന് ആ കത്ത് താഴെ വീഴുന്നു. അദ്വൈതിന്റെ കണ്ണുകൾ ആ കവറിലേക്ക് പോകുന്നു. അവന്റെ മുഖം പെട്ടെന്ന് മാറുന്നു. വേദിക വേഗത്തിൽ അതെടുത്ത് മറക്കുന്നു. സോറി സർ. അവൾ വേഗത്തിൽ അവിടെ നിന്ന് നടക്കുന്നു. അദ്വൈത് അവൾ പോകുന്നത് നോക്കി നിൽക്കാണ്. കയ്യിലുള്ള ആ കത്ത് കണ്ട നിമിഷം അവന്റെ ഹൃദയം ഭയത്തോടെ മുറുകുന്നു. അവൾ വായിച്ചു കാണുമോ അത്? ഇല്ല, അവൾക്ക് ഞാൻ ആണെന്ന് അറിയില്ല. പക്ഷെ വേദികയുടെ മങ്ങിയ കണ്ണുകൾ വീണ്ടും മനസ്സിലേക്ക് വരുന്നു. വേദിക തന്റെ ബെഡിൽ ഇരിക്കുകയാണ്. മുന്നിൽ തുറന്നു കിടക്കുന്നത് തുളസി നോവൽ. അവൾ വീണ്ടും കത്തെടുത്തു നോക്കുന്നു. ആരെങ്കിലും ഇത്ര വർഷം കാത്തിരിക്കാൻ കഴിയുമോ? അവൾ ചെറുതായി ചിരിക്കുന്നു. പക്ഷെ കണ്ണുകളിൽ വേദന വ്യക്തമാണ്. ലക്കികൾ ആരായാലും ഇങ്ങനെ സ്നേഹിക്കുന്നത് കിട്ടിയതില്ല. അവൾ കത്ത് മടക്കാൻ പോകുമ്പോഴാണ് ചെറിയൊരു ഇനീഷ്യൽ കാണുന്നത്. AK. ദേവികയുടെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങുന്നു. AK? ഒരു നിമിഷം അവൾ മനസ്സിലൂടെ എന്തോ കടന്നു പോകുന്നു. അദ്വൈത് കൃഷ്ണ? അങ്ങനെ വരാൻ വഴിയില്ല. നോ, ഇംപോസിബിൾ. പക്ഷേ അവളുടെ ഹൃദയം എന്തോ ഒരു സത്യം മനസ്സിലാക്കാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു. കോളേജ് ലൈബ്രറിയിൽ പിറ്റേ ദിവസം. ലൈബ്രറിയിൽ നിശബ്ദതയാണെങ്കിൽ പോലും വേദിക ഒരു പുസ്തകം തുറന്നു മുന്നിൽ വെച്ചിട്ടുണ്ട്. എന്നാൽ വായിക്കുന്നില്ല. മനസ്സ് മുഴുവൻ ഇന്നലത്തെ ഇനീഷ്യലിലാണ്. അപ്പോൾ ലൈബ്രറിയൻ അടുത്ത് വരുന്നത്. വേദിക, ആ തുളസി നോവൽ കിട്ടിയോ? ഇന്നലെ സാർ അതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു. ദേവിക പെട്ടെന്ന് തലയുയർത്തി നോക്കുന്നു. സർ? ഏത് സർ? അദ്വൈത് സർ. ആ പുസ്തകം ആരെങ്കിലും എടുത്തോ എന്ന് ചോദിച്ചു. വേദികയുടെ കൈകൾ പതിയെ മുറുകുന്നു. ഓ. ലൈബ്രറിയിൽ അവിടെ നിന്ന് പോകുന്നു. വേദിക പതുക്കെ പുസ്തകത്തിനുള്ളിലെ കത്തിലേക്ക് നോക്കുന്നു. അവളുടെ മനസ്സിന് എല്ലാം തമ്മിൽ ബന്ധപ്പെട്ട് തുടങ്ങുന്നു. അവൻ തന്നെ അകറ്റിയത്, അവന്റെ കണ്ണുകളിലെ വേദന. ഡിസ്റ്റൻസ് ഈസ് ബെറ്റർ എന്ന് പറയുമ്പോൾ അവൻ മിണ്ടാതെ. അവൾ പതുക്കെ കത്ത് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. അതെങ്കിൽ ആ മറ്റൊരാൾ ഞാനാണോ?
അവളുടെ കണ്ണുകൾ നിറയുന്നു. പക്ഷേ ആ കണ്ണീരിൽ സന്തോഷമല്ല, അവന്റെ വേദന മനസ്സിലാക്കിയ വിഷാദം. അതേസമയം തന്നെ ലൈബ്രറി പുറത്തു നിന്ന് അദ്വൈത് അവളെ കാണുന്നുണ്ട്. അവളുടെ കയ്യിലെ കത്ത് കണ്ടപ്പോൾ അവന്റെ ശ്വാസം പോലും പതറുന്നു. ഒരു നിമിഷം അവൻ അകത്ത് കയറാൻ ശ്രമിക്കുന്നു, പക്ഷെ ഉടനെ നിൽക്കുന്നു. ഇല്ല, അവൾ കൂടുതൽ അടുത്താൽ ഞാൻ തുളസിയെ മറന്നു പോകും. അവൻ കണ്ണുകൾ തിരിഞ്ഞു നടക്കുന്നു. പക്ഷെ ഓരോ ചുവടും അവന് വേദനയാണ് നൽകിയത്. പിറ്റേ ദിവസം കോളേജ് ക്യാമ്പസിന്റെ വൈകുന്നേരങ്ങളിൽ മഴ പെയ്യാൻ പോകുന്ന മങ്ങിയ ആകാശം. ക്യാമ്പസിൽ ആളുകൾ കുറവായി തുടങ്ങി. വേദിക ലൈബ്രറിയിൽ നിന്ന് പുറത്തേക്ക് നടക്കുകയാണ്, കയ്യിൽ തുളസി നോവൽ. അവൾ ദൂരെ സ്റ്റാഫ് പാർക്കിന്റെ അടുത്ത് നിൽക്കുന്ന അദ്വൈതിനെ കാണുന്നു. കുറച്ചു നേരം മടിച്ചു നിന്ന ശേഷം അവൾ അവന്റെ അടുത്തേക്ക് നടക്കുന്നു. സർ, അദ്വൈത് തിരിഞ്ഞു നോക്കുന്നു. അവളുടെ കയ്യിലെ പുസ്തകം കണ്ട നിമിഷം അവന്റെ മുഖം മാറുന്നു. വേദിക ആ ബുക്ക് അവൻ നിർത്തി. ഞാൻ കത്ത് വായിച്ചു. ഒരു നിശബ്ദത, ലോകം നിശബ്ദമായ പോലെ. അദ്വൈത് ഒന്നും പറയാനാകാതെ നിൽക്കുന്നു. എന്തിനാ സർ ഇത്രയും വേദന ഒറ്റക്ക് കൊണ്ടു നടക്കുന്നത്? അദ്വൈത് അവളിൽ നിന്ന് നോട്ടം മാറ്റുന്നു. യു ഷുഡിന്റ് ഹാവ് റീഡ് ദാറ്റ്. അപ്പോൾ ഒളിപ്പിക്കേണ്ടായിരുന്നില്ലേ? അവന്റെ മുഖം കുറ്റബോധം തെളിയുന്നു. അത് അവൾക്കുള്ളതാണ്. ആ തുളസി തിരിച്ചു വരുമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അദ്വൈത് കുറച്ചു നേരം മിണ്ടാതെ നിൽക്കുന്നു. എനിക്കറിയില്ല, പക്ഷെ ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. വേദിയുടെ കണ്ണുകൾ നിറയുന്നു. അവളുടെ ഉള്ളിലുള്ള സാറോടുള്ള ഇഷ്ടം അവൾ മറച്ചു വെക്കുന്നു. അതുകൊണ്ടാണ് എന്നെ അകറ്റിയത്. അദ്വൈത് അവളെ നോക്കുന്നു. ആ കണ്ണുകളിൽ ഒളിപ്പിച്ചിരിക്കുന്ന എല്ലാ വികാരങ്ങളും വ്യക്തമാണ്. ഞാൻ നിന്നോട് അടുത്താൽ എൻ്റെ മനസ്സ് മാറിപ്പോകും വേദിക. ആ വാക്കുകൾ കേട്ടപ്പോൾ വേദികയുടെ ശ്വാസം പോലും പതറുന്നു. അപ്പോൾ ഞാൻ ലേറ്റായി പോയില്ലേ സർ? അവൾ ചെറുതായി ചിരിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ കണ്ണുനീർ മറക്കാൻ കഴിയുന്നില്ല. മഴയുടെ ആദ്യ തുള്ളികൾ പതിക്കാൻ തുടങ്ങുന്നു. ഇരുവരും ഒന്നും പറയാതെ നിൽക്കുന്നു. ഒരാൾ പഴയ പ്രണയത്തിനിടയിൽ കുടുങ്ങി, മറ്റൊരാൾ വേഗി വന്ന പ്രണയവുമായി. കോളേജ് പാർക്കിൽ അവർ നിൽക്കുകയായിരുന്നു. മഴ ശക്തമായി പെയ്തു. വേദിക കണ്ണുനീർ മറക്കാൻ മുഖം തിരിക്കുന്നു. അദ്വൈത് അവളെ നോക്കി നിൽക്കുകയാണ്, അടുത്തേക്ക് പോകാനും അകന്നു നിൽക്കാനും കഴിയാതെ. വേദിക, അവൾ തല ഉയർത്തുന്നില്ല. ഇറ്റ്സ് ഓക്കെ സർ, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. അവൾ ചെറുതായി ചിരിക്കാൻ ശ്രമിക്കുന്നു. ചില ആളുകൾക്ക് ആരെങ്കിലും സ്നേഹിക്കാൻ മാത്രമേ വിധിയുള്ളൂ, കൂടെ ജീവിക്കാൻ ഉണ്ടാവണമെന്നില്ല. ആ വാക്കുകൾ അദ്ദേഹത്തിന് നെഞ്ചിൽ നേരെ തറക്കുന്നു. പ്ലീസ്, ഇങ്ങനെ പറയരുത്. ആദ്യമായി അവന്റെ ശബ്ദം പൂർണ്ണമായി തകരുന്നു. നിന്നെ ഹേർട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചില്ല, പക്ഷെ ഹേർട്ടായി സർ. അവൾ പതുക്കെ അവനെ നോക്കുന്നു. മഴത്തുള്ളികൾക്കിടയിലും അവളുടെ കണ്ണുനീർ ചുവന്നിരുന്നു. എന്നാലും ഇപ്പോൾ നിങ്ങളെ വെറുക്കാൻ പോലും പറ്റുന്നില്ല, കാരണം നിങ്ങൾ ഇപ്പോൾ മറ്റൊരാളെ എത്രമാത്രമാണ് സ്നേഹിക്കുന്നത്. അദ്വൈത് മിണ്ടാതെ നിൽക്കുന്നു. ആ തുളസി വളരെ ലക്കിയാണ്. അവൾ കയ്യിൽ നോവൽ അവനെ നീട്ടുന്നു. ദിസ് ബിലോങ്സ് ടു യു. അദ്വൈത് പുസ്തകം വാങ്ങുമ്പോൾ അവരുടെ വിരലുകൾ ചെറുതായി തമ്മിൽ സ്പർശിക്കുന്നു. ആ നിമിഷം ഇരുവരും പതറിപ്പോകുന്നു. വേദിക ഉടനെ കൈ പിൻവലിക്കുന്നു. ബൈ സർ, ഞാൻ ഒരിക്കലും നിങ്ങൾക്കിടയിൽ വരില്ല. എനിക്ക് സാറിനോട് ചെറിയ പ്രണയം ഉണ്ടായിരുന്നു, പക്ഷേ അത് ശരിയല്ല. അവൾ തിരിഞ്ഞ് മഴയിലൂടെ നടക്കാൻ തുടങ്ങുന്നു. അദ്വൈത് അവളെ വിളിക്കാൻ ശ്രമിക്കുന്നു, എന്നാൽ വാക്കുകൾ പുറത്തു വരുന്നില്ല. പിന്നീട് ആദ്യം അവന്റെ റൂമിൽ. മഴയിൽ നനഞ്ഞ അവസ്ഥയിൽ അദ്വൈത് റൂമിലേക്ക് കയറുന്നു. കയ്യിൽ തുളസി നോവൽ ഇപ്പോഴും ഉണ്ട്. അവൻ പതുക്കെ ബെഡിലേക്ക് ഇരിക്കുന്നു. വേദിക പറഞ്ഞ ഓരോ വാക്കുകളും വീണ്ടും വീണ്ടും മനസ്സിനെ മുഴങ്ങുന്നു. ഹേർട്ടായി സർ, നിങ്ങൾ ഇപ്പോഴും മറ്റൊരാളെ ഇത്ര സ്നേഹിക്കുന്നുണ്ടല്ലോ. അവൻ കണ്ണുകൾ അടക്കുന്നു. പക്ഷേ ഈ തവണ മനസ്സിലേക്ക് വരുന്ന തുളസിയുടെ മുഖമല്ല, മഹയിൽ കരഞ്ഞു നിന്ന വേദികയാണ്. അവൾ പെട്ടെന്ന് കണ്ണു തുറക്കുന്നു. ശ്വാസം കലക്കുന്നു. നോ! അവൻ നോവൽ തുറക്കുന്നു. അകത്ത് ആ പഴയ ഫോട്ടോയിൽ അവൻ കൈകൾ പായിക്കുന്നു. ഫോട്ടോ നോക്കിക്കൊണ്ട് അവൻ തകർന്ന ശബ്ദത്തിൽ സംസാരിക്കുന്നു. ഞാൻ ശ്രമിച്ചു തുളസി, നിന്നെ മറക്കാതിരിക്കാൻ, നീ തിരിച്ചു വരുമെന്ന് വിശ്വാസത്തിൽ ജീവിക്കാൻ. അവൻ്റെ കണ്ണുകൾ നിറയുന്നു. പക്ഷേ ഇപ്പോൾ അവൾ കരയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആദ്യമായി അവൻ അത് തുറന്നു സമ്മതിക്കുന്നു. എനിക്ക് വേദികയെ നഷ്ടപ്പെടാൻ പേടിയാകുന്നു. അവൻ്റെ വാക്കുകൾ പറഞ്ഞ നിമിഷം അവൻ നിശബ്ദനാകുന്നു. കാരണം അവൻ ഇതുവരെ മറച്ചു വെച്ച സത്യം ഒടുവിൽ അവൻ തന്നെ കേട്ടിരിക്കുന്നു.
വേദികയുടെ റൂമിൽ അതേസമയം വേദിക ജനാലയരികിൽ ഇരിക്കുകയാണ്. പുറത്ത് മഴ പെയ്യുന്നു. അവൾ ഫോൺ എടുത്ത് അദ്വൈതിന് കോണ്ടാക്ട് തുറക്കുന്നു. കുറച്ചു നേരം നോക്കി നിൽക്കുന്നു. സർ, ആർ യു ഓക്കെ എന്ന് ടൈപ്പ് ചെയ്ത് അവൾ ആ മെസ്സേജ് ഡിലീറ്റ് ആക്കുന്നു. കണ്ണുകൾ അടച്ച് ഫോൺ മാറ്റിവെക്കുന്നു. ഇനി ശല്യം ചെയ്യില്ല സർ, പ്രോമിസ്. പക്ഷെ ആ വാക്കുകൾ പറയുമ്പോഴും അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിരുന്നു. പിറ്റേ ദിവസം കോളേജ് സ്റ്റാഫ് റൂമിൽ അദ്വൈത് സ്റ്റാഫ് റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. മുന്നിൽ പേപ്പേഴ്സ് ഉണ്ടെങ്കിലും ശ്രദ്ധയൊന്നും അതിലല്ല. വാതിലിന് പുറത്തുകൂടെ സ്റ്റുഡൻസ് ചിരിച്ചും സംസാരിച്ചും പോകുന്നു. എന്നാൽ ഇന്നും വാചാലയായി സംസാരിക്കുന്ന വേദികയുടെ ശബ്ദം മാത്രം അവിടെയില്ല. അവൻ അറിയാതെ പുറത്തേക്ക് നോക്കുന്നു. ക്ലാസ് ഫുള്ളാണ്. പക്ഷേ അദ്വൈതിന്റെ കണ്ണുകൾ ഒരാളെ മാത്രം തിരയുന്നു. വേദികയുടെ സീറ്റ് കാലിയാണ്. അവന്റെ നെഞ്ചിൽ ചെറിയൊരു ഭയം കയറുന്നു. വേദിക വന്നില്ലേ എന്ന് സ്റ്റുഡൻസ് തമ്മിൽ നോക്കുന്നു. നോ സർ, ലീവാണെന്ന് പറഞ്ഞിരുന്നു. അദ്വൈത് പതുക്കെ തല ഉനക്കുന്നു. പക്ഷെ അവന്റെ മുഖത്ത് നിരാശ മറക്കാൻ കഴിയുന്നില്ല. കോളേജ് കൊറിയറിൽ ക്ലാസ്സിന് ശേഷം അദ്വൈത് വേഗത്തിൽ കൊറിയഡർ വഴി നടക്കുകയാണ്. അപ്പോഴാണ് വേദികയുടെ ഫ്രണ്ട് മുന്നിൽ വരുന്നത്. നന്ദന സാറിനോടായി പറഞ്ഞു. സർ, അദ്വൈത് നിൽക്കുന്നു. വേദിക കുറച്ചൊന്നും ചോദിക്കണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ മുതൽ അവൾ ഒട്ടും ഓക്കെയല്ല. അവൾ ഒരാളെ ജെനുവിനായി ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ അയാൾക്ക് ഓൾറെഡി മറ്റൊരാൾ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ അവൾ ബുദ്ധിമുട്ടുകയാണ്. ആ വാക്കുകൾ ആദിയെ വല്ലാതെ നിശബ്ദനാക്കുന്നു. പ്ലീസ്, അവളെ ഇനി കൂടുതൽ ഹേർട്ട് ചെയ്യരുത്, നന്ദന സാറോടായി പറഞ്ഞു. ഫ്രണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അദ്വൈത് കൊറിയഡറിൽ ഒറ്റക്ക് നിൽക്കുന്നു. ആദ്യമായി വേദികയില്ലാത്ത കോളേജ് അവന് ഭയങ്കര ശൂന്യമായി തോന്നുന്നു. നീ ഇല്ലാതെ ഇത്രയും ശൂന്യമായി ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല വേദിക. അവൻ വീട്ടിലെത്തുന്നു. അന്നും മഴയുള്ളൊരു രാത്രിയായിരുന്നു. വേദിക ഗസ്റ്റ് റൂമിൽ കിടക്കുകയാണ്. അച്ഛനും അമ്മയും ഒക്കെ ഒരു ഫംഗ്ഷന് വേണ്ടി പുറത്തു പോയിരിക്കുകയാണ്. പനി കാരണം അവളുടെ മുഖം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഹാളിൽ സോഫയിലിരുന്ന് ഫയൽസ് നോക്കിക്കൊണ്ടിരുന്ന അദ്വൈത് ഇടയ്ക്കിടെ ഗസ്റ്റ് റൂമിലേക്ക് നോക്കുന്നുണ്ട്. വേദികക്ക് ദാഹം തോന്നി. പതിയെ അവൾ വെള്ളം കുടിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നടക്കുമ്പോൾ തല ചുറ്റുന്നു. മതിൽ നിന്ന് പുറത്തേക്ക് നടക്കുന്നു. അവൾ കിച്ചണിലേക്ക് പോകുമ്പോഴാണ് പിന്നിൽ നിന്ന് അദ്വൈത്തിന്റെ ശബ്ദം. വേദിക, എന്താ വേണ്ടത്? വേദിക ചെറുതായി പതറുന്നു. വെള്ളം. അവളുടെ ശബ്ദം പനിയാൽ വിറക്കുന്നു. അദ്വൈത് ഉടനെ അടുത്തേക്ക് വരുന്നു. ഹായ്, യു ആർ ബേണിംഗ്. നല്ല പനിക്കുന്നുണ്ടല്ലോ. അവൻ അവളുടെ നെറ്റിയിൽ കൈവെക്കുന്നു. വേദിക കണ്ണുകളടക്കുന്നു. ആ സ്പർശനത്തിൽ ഒരു കരുതലുണ്ടായിരുന്നു. ഇവിടെ ഇരിക്ക്. അവൻ വേഗത്തിൽ കിച്ചണിലേക്ക് പോയി ചൂടുള്ള കഞ്ഞിയും വെള്ളവും മരുന്നും ഒക്കെ കൊണ്ടുവരുന്നു. വേദിക സോഫയിൽ ഇരിക്കുകയാണ്. അദ്വൈത് അവൾക്ക് സ്പൂൺ കൊണ്ട് കഞ്ഞി കൊടുക്കുന്നു. സർ, ഞാൻ കഴിച്ചോളാം. കിറ്റ്. അവന്റെ ശബ്ദം വളരെ സോഫ്റ്റാണ്. വേദിക അവനെ നോക്കി നിശബ്ദനാകുന്നു. അവൾ മരുന്ന് കഴിച്ച ശേഷം തല ചുറ്റിയൊന്ന് തെന്നിപ്പോകുന്നു. അദ്വൈത് ഉടനെ അവളെ പിടിക്കുന്നു. കെയർഫുൾ ആയിരിക്കും വേദിക, നിനക്ക് വേണ്ടി ഞാനുണ്ട്. അവൻ അവളെ ഗസ്റ്റ് റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അദ്വൈത് പതുക്കെ അവളെ ബെഡിൽ കിടത്തുന്നു. ബ്ലാങ്കറ്റ് മൂടി കൊടുക്കാൻ വേണ്ടി താഴേക്ക് കുനിയുമ്പോഴാണ് അവളുടെ മുടിയുടെ പിന്നിലുള്ള ആ മറുക് അവൻ ശ്രദ്ധിക്കുന്നത്. തുളസിക്കതിർ പോലെയുള്ള മറുക് അവൻ വീണ്ടും വീണ്ടും നോക്കി. തുളസിയുടെ കഴുത്തിനുണ്ടായിരുന്നത് പോലെ തന്നെ ഒരു ചെറിയ മറുകും. അത് പെട്ടെന്ന് നിശ്ചലാകുന്നു. കുഞ്ഞുനാളിൽ തുളസി ചിരിക്കുന്നതും ഈ മറുക് ലക്കിയാണെന്ന് പറയുന്നതും അവളുടെ കൈ പിടിച്ച് പ്രോമിസ് ചെയ്യുന്ന കുഞ്ഞൻ ആദി. ഇപ്പോഴത്തെ വേദികയുടെ മുഖത്തിലേക്ക് അവൻ വീണ്ടും നോക്കുന്നു. ശ്വാസം നഷ്ടപ്പെട്ടതുപോലെ തുളസി. അവന്റെ കണ്ണുകൾ നിറയുന്നു. പതുക്കെ അവൻ അവളുടെ മുഖത്ത് വിരക്കുന്ന വിരലുകൾ തൊടുന്നു. ഇത്രയും നന്ദി എൻ്റെ മുന്നിലുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പെണ്ണെ. കണ്ണുനീർ അവൻ്റെ കവിളിലൂടെ ഒഴുകുന്നു. വേദിക പനിയായതിനാൽ അതൊന്നും കേൾക്കുന്നില്ല. പതിയെ കണ്ണ് തുറക്കാതെ ആദി. ഈ പേര് കേട്ട നിമിഷം അവൻ പൂർണ്ണമായി തകരുന്നു. അവൻ അവളുടെ നെഞ്ചിൽ ചുംബിച്ചു അവളെ നെഞ്ചോട് ചേർക്കുന്നു. ഐ ഫൗണ്ട് യു. ഒടുവിൽ ഞാൻ നിന്നെ കണ്ടെത്തി തുളസി. നീ ആയിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. നിന്നെ ഞാൻ എത്രത്തോളം അവഗണിച്ചു. എൻ്റെ തുളസിയോടുള്ള പ്രോമിസിന് പിന്നാലെയാണ്. പക്ഷെ നീ ആകും ആ തുളസിയെന്ന് ഞാൻ അറിഞ്ഞില്ല. വേദിക ഇപ്പോഴും പനിയിലായിരുന്ന മയക്കത്തിലാണ്. അദ്വൈത് അവിടെ അരികെ ഇരിക്കുകയാണ്. കണ്ണുകളിൽ വിശ്വസിക്കാനാകാത്ത സന്തോഷവും വേദനയും ഒരുമിച്ചുണ്ടായിരുന്നു. എന്നാൽ എന്തുകൊണ്ട് അവൾക്ക് തന്നെ മനസ്സിലായില്ല. അവൻ്റെ ചിന്തകൾ
പഴയ കാലത്തിലേക്ക് പോയി. കുഞ്ഞുനാളിൽ മയിൽ നനഞ്ഞു ചിരിക്കുന്ന ചെറിയ തുളസി. ഞാൻ വലുതായാലും നിന്നെ മറക്കില്ല അദ്വൈത്. ഞാനും മറന്നില്ല. പക്ഷെ നിന്നെ തിരിച്ചറിയാൻ ഇത്രയും വൈകി. നിന്നെ കണ്ടെത്താനാണ് ഞാൻ അവിടെ നിന്ന് ഇവിടേക്ക് വന്നത്. അവൻ പതുക്കെ അവളുടെ മുടി ചെവിക്ക് പിന്നിലേക്ക് മാറ്റുന്നു. നീ എൻ്റെ മുന്നിൽ ഓരോ ദിവസവും നിന്നിരുന്നു. എന്നിട്ട് എനിക്ക് നിന്നെ മനസ്സിലായില്ല പെണ്ണെ. ഞാൻ മാത്രം പഴയ ഓർമ്മകളിൽ കുടുങ്ങി നിന്നെ കാണാതെ പോയി. എനിക്ക് ചെറിയ അസ്വസ്ഥതയിൽ കണ്ണുകൾ തുറക്കാൻ ശ്രമിക്കുന്നു. സർ, അത് ഉടനെ കണ്ണുകൾ തുറക്കുന്നു. സംസാരിക്കേണ്ട, റെസ്റ്റ് ചെയ്യും. വേദിക ബുദ്ധിമുട്ടോടെ അവനെ നോക്കുന്നു. നിങ്ങൾ കരയുന്നോ? അവൾ ചെറുതായി ചിരിക്കുന്നു. ആ ചിരിയിൽ വർഷങ്ങളുടെ വേദനയുണ്ട്. സന്തോഷ കണ്ണീരാണ്. വേദികക്കൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ അവൻ്റെ കണ്ണുകളിൽ ആദ്യമായി ഒരു അകലവും അവൾ കണ്ടില്ല. അവൾ ക്ഷീണത്തോടെ അവൻ്റെ കയ്യിൽ മുറുകെ പിടിക്കുന്നു. പോകരുത്. ആ വാക്കുകൾ കേട്ട് അദ്വൈതിന്റെ ശ്വാസം നിൽക്കുന്നത് പോലെ. നെവർ, ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോകില്ല. അവൻ അവളുടെ കയ്യിൽ ചുംബനം നൽകുന്നു. ഇനി ഒരിക്കലും നിന്നെ വിട്ടു പോകില്ല തുളസി. വേദിക പകുതി മയക്കത്തിൽ ആ പേര് ചെറുതായി കണ്ണുകൾ ചുരുക്കുന്നു. തുളസി? അദ്വൈത് അവളെ കണ്ണു നിറച്ച് ചിരിക്കുന്നു. അതെ, നീയാണ് എൻ്റെ തുളസി. ഞാൻ ഒരുപാട് കാലങ്ങളായി തിരഞ്ഞു നടക്കുന്ന തുളസി നീയാണ് പെണ്ണെ. ജാലകത്തിലൂടെ പുലർച്ചെ വെളിച്ചം മുറിയിലേക്ക് വീഴുന്നു. മഴ മാറിയിട്ടുണ്ടായിരുന്നു. വേദിക പതുക്കെ കണ്ണു തുറക്കുന്നു. തല ഇപ്പോഴും ഭാരമുള്ളതുപോലെ. അവൾ ചലിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് തൻ്റെ കൈ ഇപ്പോഴും ആരോ മുറുകെ പിടിച്ചിരിക്കുന്നു. അവൾ താഴേക്ക് നോക്കുന്നു. ബെഡിന്റെ അരികിൽ തല ചായ്ച്ച് ഉറങ്ങുകയാണ് അദ്വൈത്. അവന്റെ കൈകൾ അവളുടെ കയ്യിൽ ചേർന്നിരിക്കുന്നു. വേദിക ഒരു നിമിഷം അവനെ നിശബ്ദമായി നോക്കുന്നു. ഇന്നലെ രാത്രി കേട്ട വാക്കുകൾ ഓർമ്മ വരുന്നു. എൻ്റെ തുളസി. അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കുന്നു. സർ? അദ്വൈത് കണ്ണു തുറക്കുന്നു. ഒരു നിമിഷം അവൻ എവിടെയാണെന്ന് പോലും മറക്കുന്നു. പിന്നെ അവളെ കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ വീണ്ടും സോഫ്റ്റ് ആകുന്നു. എങ്ങനെയുണ്ട് ഇപ്പം? ബെറ്റർ. ഇന്നലെ നിങ്ങൾ എന്തോ പറഞ്ഞിരുന്നു. അദ്വൈതിന്റെ മുഖം പെട്ടെന്ന് ഗൗരവമാകുന്നു. തുളസി എന്ന് വിളിച്ചു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കുന്നു. വർഷങ്ങളായി തേടിയ സത്യം ഇപ്പോൾ അവന്റെ മുന്നിൽ കണ്ട അത്ഭുതത്തോടെ. കാരണം നീ തന്നെയാണ് തുളസി. വേദികയുടെ ശ്വാസം നിൽക്കുന്നത് പോലെ. വാട്ട്? അദ്വൈത് പതുക്കെ എഴുന്നേറ്റ് അവളുടെ മുന്നിലേക്ക് ഇരിക്കുന്നു. കുഞ്ഞുനാളിൽ എന്നെ വിച്ചു എന്ന് വിളിച്ചിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ ഫസ്റ്റ് ലവ്. വേദികയുടെ കണ്ണുകൾ പതിയെ നിറയുന്നു. അവളുടെ കഴുത്തിൽ ഒരു ചെറിയ മറുകുണ്ടായിരുന്നു. എക്സാക്ട്ലി ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ മറുകിലേക്ക് കാണിക്കുന്നു. അവൻ പതുക്കെ അവളുടെ കഴുത്തിന് അരികിലേക്ക് വിരൽ ചൂണ്ടുന്നു. വേദിക അറിയാതെ ആ ഭാഗത്ത് കൈവെക്കുന്നു. ഇന്നലെ അത് കണ്ട നിമിഷം എനിക്കെല്ലാം മനസ്സിലായി. വേദിക പൂർണ്ണമായി നിശബ്ദയാണ്. പക്ഷെ എൻ്റെ പേര് വേദിക. കാരണം നീ എന്നെ മറന്നിരിക്കുന്നു. പക്ഷെ ഞാൻ മറന്നില്ല തുളസി. ഓരോ ദിവസവും നിന്നെ കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു. അവൻ്റെ ശബ്ദം തകരുന്നു. നിന്നെ തിരിയാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. വേദിക നിശബ്ദമായിരിക്കുകയാണ്. അവളുടെ കണ്ണുകളിൽ അത്ഭുതവും ഭയവും അതിനോടൊപ്പം മനസ്സിലാകാത്തൊരു അടുപ്പവും ഉണ്ടായിരുന്നു. എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ. എന്നിട്ട് സർ? അദ്വൈതം അവളുടെ കണ്ണുകളിലേക്ക് നോക്കുന്നു. അവളെ സമ്മർദ്ദപ്പെടുത്താൻ അവന് തോന്നിയില്ല. ഇറ്റ്സ് ഓക്കെ, നിനക്ക് ഓർമ്മ വരണമെന്ന് ഞാൻ ഒരിക്കലും നിന്നെ നിർബന്ധിക്കില്ല. അവൻ പതുക്കെ ചിരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞതൊന്നും കള്ളമല്ല. അവൻ പോക്കറ്റിൽ നിന്ന് അവൾ നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു പെൻഡന്റ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. ഒരു ഹേർട്ട് ഷേപ്പ് പെൻഡന്റ് ആയിരുന്നു അത്. ഓർമ്മയുണ്ടോ നിനക്കിത്? നമ്മൾ കുഞ്ഞുനാളിൽ ഇത് വേർതിരിച്ച് ധരിച്ചതാണ്. വേദിക പെൻഡന്റ് നോക്കുന്നു. എന്തോ ഉള്ളിൽ തട്ടിപ്പോകുന്ന പോലെ. ചെറിയൊരു പെൺകുട്ടി മയിൽ ചിരിക്കുകയാണ്. ഇത് നഷ്ടപ്പെടുത്തരുതേ വിച്ചു എന്ന് പറയുന്നത്. വേദിക പെട്ടെന്ന് തല പിടിക്കുന്നു. ആ, അത് ഉടനെ അടുത്തേക്ക് വരുന്നു. ഹേയ്, റിലാക്സ് ആവൂ. അവൾ ശ്വാസം വലിച്ച് കണ്ണുകൾ അടക്കുന്നു. എനിക്ക് ചില ഫ്ലാഷസ് പോലെ ഓർമ്മ വരുന്നു. ഇതിന്റെ കണ്ണുകൾ നിറയുന്നു. തുളസി? അവൾ പതിയെ അവനെ നോക്കുന്നു. നിങ്ങൾ പറഞ്ഞ ആ തുളസി അവൾ ശരിക്കും ഞാനാണെങ്കിൽ എന്തിനാ എനിക്കൊന്നും ഓർമ്മയില്ലാത്തത്? അത് കുറച്ചു നേരം മിണ്ടാതെ നിൽക്കുന്നു. ഒരു ആക്സിഡന്റിന് ശേഷം നീയും കുടുംബവും മറ്റൊരു സ്ഥലത്തേക്ക് മാറി. അതിനുശേഷം നീ കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റഡ് ആണ്. നിനക്ക് ഒന്നും ഓർമ്മയുണ്ടാകില്ല. വേദികയുടെ കണ്ണുകൾ ചെറുതായി വിറക്കുന്നു. ഞാൻ തിരഞ്ഞു. ഒരുപാട് വർഷങ്ങൾ മുഴുവൻ ഞാൻ തിരഞ്ഞു. പക്ഷെ നിന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് നീ ഇവിടെ ഒരു കോളേജിൽ പഠിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നത്. പക്ഷെ നിന്റെ എത്തിയിട്ട് പോലും എനിക്ക് നിന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. അവൻ ചെറുതായി ചിരിക്കുന്നു വേദനയോടെ.
വളരെ തമാശയാണല്ലേ, നീ ഒടുവിൽ എൻ്റെ മുന്നിൽ തന്നെ വന്നു നിന്നു. വീട്ടിൽ പവർ കട്ടുള്ള ഒരു ദിവസം. അയ്യോ, കറണ്ട് പോയല്ലോ. മോളെ ദേവികെ, നീ ആദിയുടെ റൂമിൽ ആ മെഴുകുതിരി വെച്ചെടുക്കാമോ? അവൻ മുകളിലത്തെ റൂമിലുണ്ട്. ആ ശരി. വേദിക ചെറിയൊരു മെഴുകുതിരി കത്തിച്ച് പതുക്കെ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് നടക്കുന്നു. ഇരുട്ടായതുകൊണ്ട് അവൾ സൂക്ഷിച്ചാണ് ചൂട് നിൽക്കുന്നത്. പെട്ടെന്ന് ഇരുട്ടിൽ നിന്ന് ഒരു ശക്തമായ കൈ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് വശത്തേക്ക് വലിക്കുന്നു. മെഴുകുതിരി അവളുടെ കയ്യിൽ നിന്ന് താഴെ വീണ് കിടന്നു. പൂർണ്ണമായ ഇരുട്ടായിരുന്നു അവിടെ. അമ്മേ! അവൾ ഒച്ച വെക്കാൻ ആനപ്പോയേക്കും ആ കൈ അവളുടെ മുഖം പൊത്തിയിരുന്നു. അവളെ ആ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി. ആ സുഗന്ധവും ആ സ്പർശനവും. ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല. അവൾക്ക് മനസ്സിലായി അവളുടെ വിച്ചുവേട്ടനാണ് അവളെ പിടിച്ചതെന്ന്. വിച്ചു, നീയാണോ? പേടിപ്പിച്ച് കളഞ്ഞു. ആദ്യമൊന്നും മിണ്ടില്ല. ഇരുട്ടിൽ അവളുടെ ശ്വാസത്തിന്റെ ചൂട് അവന്റെ മുഖത്തേക്ക് അടിക്കുന്നുണ്ടായിരുന്നു. കാറ്റിന്റെയും മഴയുടെയും ശബ്ദത്തിനിടയിൽ അവരുടെ നെഞ്ചിടിപ്പ് വ്യക്തമായി കേൾക്കാവുന്നതായിരുന്നു. ഇരുവരും അത്രമേൽ അടുത്തു കഴിഞ്ഞിരുന്നു. ആദ്യ പതുക്കി അവളുടെ മുഖത്തു നിന്ന് കൈമാറ്റി. ഇരുട്ടിൽ നിന്ന് അവളുടെ കൈകൾ ഓടിയെടുത്തു. നിയന്ത്രണങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അവൻ പതുക്കി അവളുടെ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു. തീവ്രവും പ്രണയാർദ്ദവുമായ ഒരു ചുംബനം. വേദിക ആദ്യം ഒന്ന് നെട്ടിയെങ്കിലും പതുക്കെ അവളുടെ കൈകൾ അവന്റെ കഴുത്തിന് ചുറ്റും പിണഞ്ഞു. അതിനുശേഷം ആദ്യം അവളുടെ കൈകൾ പതുക്കെ പിടിച്ചു. എന്നിട്ട് അവളുടെ പുറകിൽ വന്നിരുന്ന 2 കൈകളും കൊണ്ട് കണ്ണുകൾ പൊത്തിപ്പിടിച്ചു. വിച്ചു, ഇതെന്താ? എങ്ങോട്ട് എന്നെ കൊണ്ടുപോകുന്നു? മിണ്ടാതെ നടക്കേണ്ട തുളസി, വീഴാതെ ഞാൻ നോക്കിക്കോളാം. അവൻ അവളെ പതുക്കെ നടത്തി മുകളിലത്തെ വലിയ ബാൽക്കണിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവളുടെ കണ്ണുകളിൽ നിന്ന് പതുക്കെ കൈകൾ മാറ്റി. ദൈവമേ! വേദിക അത്ഭുതത്തോടെ വായ പൊത്തി നിന്നു. ഒരു നിമിഷം കരണ്ട് തിരികെ വന്നിരുന്നു. ആ ബാൽക്കണി മുഴുവനായി മനോഹരമായ ലൈറ്റുകൾ കൊണ്ടും ചുവന്ന റോസാപ്പൂക്കൾ കൊണ്ടും അലങ്കരിച്ചിരുന്ന നടുവിലായി മാരി മീ എന്നീ ലൈറ്റുകൾ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിലും വലിയ അത്ഭുതം, അവിടെ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ അച്ഛനും അമ്മയും ഒപ്പം മാധവിയുടെ അമ്മയും അച്ഛനും നിൽപ്പുണ്ടായിരുന്നു. അച്ഛാ, അമ്മേ, നിങ്ങളൊക്കെ എപ്പോഴാ വന്നേ? ഇതെന്താ ഇവിടെ നടക്കുന്നത്? ആദ്യം അവളുടെ മുന്നിലേക്ക് നടന്നു വന്നു. അവൻ തന്റെ പോക്കറ്റിൽ നിന്നും മനോഹരമായ ഒരു ഡയമണ്ട് മോതിരം പുറത്തെടുത്തു. എന്നിട്ട് അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. തുളസി, കുട്ടിക്കാലത്ത് നമ്മൾ വേർപിരിഞ്ഞു പോയപ്പോൾ എൻ്റെ ജീവിതത്തിൽ വെളിച്ചമാണ് ഇല്ലാതായത്. പക്ഷെ നീ വീണ്ടും വേദികയായി എൻ്റെ മുന്നിൽ വന്നപ്പോൾ എൻ്റെ ഹൃദയം എന്നോട് പറഞ്ഞു, നീ തന്നെയാണ് എൻ്റെ തുളസി എന്ന്. എനിക്ക് ഇനിയുള്ള ജീവിതകാലം മുഴുവൻ എൻ്റെ ഈ കുറുമ്പും ചിരിയും ശല്യവും ഒക്കെ വേണം. ഇനിയും മാരി മീ, എൻ്റെ തുളസി. വേദികയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പി. അവൾ ചുറ്റും നിൽക്കുന്ന മാതാപിതാക്കളെ നോക്കി. അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തലയായിട്ട് പുഞ്ചിരിക്കുകയായിരുന്നു. യെസ് വിജു, 1000 വട്ടം 100 വട്ടം എനിക്ക് സമ്മതമാണ്. അതി എഴുന്നേറ്റ് അവളുടെ വിരലിലേക്ക് ആ മോതിരം അണിയിച്ചു. ആ നിമിഷം ആകാശത്ത് മനോഹരമായ പടക്കങ്ങൾ പൊട്ടിവിരിഞ്ഞു. വർണ്ണഭാമമായ വെളിച്ചം അവരെ മൂടി. അവിടെ ഒരു വലിയ ടേബിളിൽ മനോഹരമായിട്ടുള്ള ഒരു വെഡ്ഡിംഗ് കേക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൈയടിച്ചപ്പോൾ ആദിയും വേദികയും ആ കേക്ക് മുറിച്ചു. അവളുടെ ആദ്യത്തെ കഷ്ണം ആദിക്ക് നൽകി. അവൻ അത് കഴിച്ച ശേഷം അവളുടെ നെറ്റിയിൽ സ്നേഹത്തോടെ ചുംബിച്ചു. അച്ഛൻ പതുക്കെ അവരുടെ അടുത്തേക്ക് വന്നു. ആദി, വേദിക ആദ്യമായി കോളേജിൽ പോയ ദിവസം നിന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ പറയുമായിരുന്നു. ആ കടുവ സർ, ആ സ്ട്രിക്റ്റ് സർ എന്നൊക്കെയായിരുന്നു അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എപ്പോഴും നിന്റെ കാര്യമായിരുന്നു സംസാരം. അപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിരുന്നു ഇവരുടെ മനസ്സിൽ നീ കയറി കൂടിയിട്ടുണ്ടെന്ന്. അതേ മോനെ, പിന്നെ കരണ്ട് പോയപ്പോൾ വേദികയോട് മെഴുകുതിരി കൊടുക്കാൻ പറഞ്ഞത് ഞാൻ മനഃപൂർവ്വം ചെയ്തതാ. നിങ്ങൾക്ക് 2 പേർക്കും ഒരു സർപ്രൈസ് തരാൻ വേണ്ടി അച്ഛനെയും അമ്മയും ഒരു നേരത്തെ തന്നെ വിളിച്ചു വരുത്തി ഇവിടെ ഒളിപ്പിച്ചിരുത്തുകയായിരുന്നു. അമ്മ പറഞ്ഞത് കേട്ട് വേദിക നാണം കൊണ്ട് ആദിയുടെ പുറകിൽ ഒളിച്ചു. എല്ലാവരും ഉറക്കെ ചിരിച്ചു. പടക്കങ്ങളും ആ വെളിച്ചത്തിൽ മാതാപിതാക്കളുടെ അനുഗ്രഹത്തിൽ തങ്ങളുടെ പ്രണയം ഒടുവിൽ പൂർണ്ണതയിലെത്തിയ സന്തോഷത്തിൽ ആദിയും വേദികയും പരസ്പരമായി പുഞ്ചിരിച്ചു. പക്ഷെ അച്ഛ, എനിക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല. പിച്ചുവിനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? പിന്നെ എൻ്റെ കഴുത്തിൽ ഈ ലോക്കറ്റ്, കുട്ടിക്കാലത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ലല്ലോ. അവരുടെ ചോദ്യം കേട്ടപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും മുഖത്തൊരു ചെറിയ സങ്കടം നീലിച്ചു. അച്ഛൻ പതുക്കെ വേദികയുടെ അരികിലേക്ക് വന്ന് അവളുടെ തലോടി. മോളെ, നിനക്ക് 10 വയസ്സുള്ളപ്പോൾ ഉണ്ടായ ആ കാർ അപകടം ഓർമ്മയില്ലല്ലോ? ആ അപകടത്തിലാണ് നിന്റെ തലക്ക് ഗുരുതരമായി പരിക്കേറ്റു. അതിനു മുൻപുള്ള നിന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടതും. വേദിക ഓർമ്മകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യം അവളെ ചേർത്ത് പിടിച്ചു. ആ അപകടം നടക്കുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മൾ ആ പഴയ വീട് മാറി ഇങ്ങോട്ട് വന്നത്.
അന്ന് നിന്റെ കൂടെ എപ്പോഴും കളിച്ചു നടന്നിരുന്ന, നിന്നെ ജീവനത്തുല്യം സ്നേഹിച്ചിരുന്ന നിന്റെ വിച്ചു എന്ന ഈ ആദിയെക്കുറിച്ച് നീ എപ്പോഴും സംസാരിക്കുമായിരുന്നു. അപകടത്തിന് ശേഷം നിന്റെ ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും നിനക്ക് വിച്ചുവിനെ കുറിച്ചോ ആ കുട്ടിക്കാലത്തെ കുറിച്ചോ ഓർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കേട്ട് പവിത്ര അമ്മ പറഞ്ഞു, അന്ന് ഡോക്ടർമാർ പറഞ്ഞത് പഴയ കാര്യങ്ങൾ ഓർമ്മിച്ച് നിന്റെ മനസ്സിനെ വീണ്ടും സമ്മർദ്ദത്തിലാക്കരുതെന്നാണ്. അതുകൊണ്ടാണ് വിച്ചുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പിന്നീട് ഞങ്ങൾ നിന്നോട് പറയാതിരുന്നത്. പക്ഷെ നിന്റെ കഴുത്തിൽ ആ ലോക്കറ്റ്, അതെന്നും നിന്റെ ജീവനായിരുന്നു. ഉറക്കത്തിൽ പോലും നീ അത് കൈവിടില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അത് അഴിച്ചു മാറ്റിയിട്ടില്ല. അമ്മ ആദിയുടെ നേരെ തിരിഞ്ഞു. മോനെ ആദി, നീ കോളേജിൽ വേദികയുടെ പ്രൊഫസറായി വന്ന കാര്യം ഇവർ വീട്ടിൽ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു. കാരണം അദ്വൈത് കൃഷ്ണ എന്ന പേര് ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ലായിരുന്നു. പിന്നെ ഇവൾ നിന്റെ കയ്യിലുള്ള ഈ ലോക്കറ്റിൽ പകുതി ഭാഗം നോവലിലുണ്ട് കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലായത്. ഞങ്ങളുടെ മോളുടെ വിച്ചു അവളെ തേടിയെത്തിയിട്ടുണ്ടെന്ന്. ആദി ദേവികയെ നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ തുളസി, നീ എന്നെ പറന്നു പോയെങ്കിലും നിന്റെ ഹൃദയം എന്നെ മറന്നിരുന്നില്ല. അതുകൊണ്ടാണ് കോളേജിൽ വെച്ച് കാണുമ്പോഴൊക്കെ നിനക്ക് എന്നോട് ആ പ്രത്യേക അടുപ്പം തോന്നിയത്. നിന്നെ തന്നെ നിന്റെ മനസ്സ് നിന്റെ വിച്ചുവിനെ തിരിച്ചറിഞ്ഞിരുന്നു. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളും വിച്ചുവിന്റെ പ്രണയം കേട്ടപ്പോൾ വേദികയുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദ കണ്ണീർ ഒഴുകി. അവൾ പതിയെ തന്റെ കഴുത്തിലെ ലോക്കറ്റിലേക്ക് നോക്കി. ഇപ്പോൾ അവളുടെ കൈകളിൽ വിച്ചുവിന്റെ പ്രണയത്തിന്റെ പൂർണ്ണതയുണ്ട്. വേദിക ആദിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, എനിക്ക് പഴയ ഓർമ്മകൾ ഒന്നും തിരിച്ചു കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല വിച്ചു, കാരണം എൻ്റെ ഇനിയുള്ള ഓർമ്മകൾ മുഴുവൻ നീ മാത്രമായിരിക്കും. അവരുടെ ആ വാക്കുകൾ കേട്ട് അച്ഛനും അമ്മയും സന്തോഷത്തോടെ പരസ്പരം നോക്കി. ആകാശത്ത് അപ്പോഴും ആ പ്രണയത്തിന്റെ പടകങ്ങൾ വർണ്ണവിസ്മമായി തീർക്കുന്നുണ്ടായിരുന്നു. ശുഭം.